ജൻസി പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി കോട്ടയം ഏറ്റുമാനൂരിൽ ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ആതിര D. നായരാണ് 25-ാം വയസ്സിൽ അംഗം കുറിക്കുന്നത്. അധ്യാപനം, ക്ലാസിക്കൽ ഡാൻസ്, സംഗീതം തുടങ്ങി ആതിര കൈവയ്ക്കാത്ത മേഖലകളില്ല. സംരംഭക കൂടിയായ ആതിര 2020 സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിനിറങ്ങുന്നത്. ഏറ്റുമാനൂരിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് NDAക്ക് വന്നിരിക്കുന്നത്, ആതിര D. നായർ. ഒരുപക്ഷെ വീണയുടെ പിന്മാറ്റത്തിന് ശേഷം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു 2020-യുടെ അതായത് NDAയുടെ ഒരു മൈഥിലി താക്കൂർ എന്നൊക്കെയുള്ള വിശേഷണവുമായിട്ടാണ് സാബുവും ജേക്കബ് ആതിരയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആതിര പെട്ടെന്ന് എങ്ങനെ എത്തി ഇതിലേക്ക്? സത്യം പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു. വീണ ചേച്ചി ചില കാരണങ്ങളാൽ മാറുന്നു, അപ്പോൾ ആളെ വേണം. അപ്പോൾ അങ്ങനെ സുനിലങ്ങളാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫൈല് കണ്ടു, അവർ അന്വേഷിച്ചു, അവർക്ക് ഓക്കെയാണ്, ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഇത് വന്നപ്പോഴും എനിക്ക് സെക്കൻഡ് ഒരു തോട്ട് വന്നില്ല. സത്യം പറഞ്ഞാൽ ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചതാണ്, ഓക്കെ നമുക്ക് ഇതിനകത്ത്. അതെന്താണ് അങ്ങനെ ഒരു സാധാരണ ആളുകൾക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പേടിയുണ്ടാവും. അതിലേക്ക് എന്താണ് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? സത്യമാണ്, കാരണം എനിക്കാണ് രാഷ്ട്രീയ പാരമ്പര്യവും കൂടി ഇല്ല. എന്നിട്ടും പെട്ടെന്ന് ഇത് കേട്ടപ്പോഴേ ഞാനൊരു സഡൻ തീരുമാനം എടുത്തതിൻ്റെ പിന്നിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 2020 നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2020 എന്താണ് കിഴക്കമ്പലത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു നമ്മളൊരു ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള യൂത്ത് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് കുറേ തെറ്റുകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു. ഈ തോട്ട് എല്ലാ മനുഷ്യർക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജെൻസി, അത് പറയുമ്പം ഞാനൊരു ജെൻസി കിഡാണ്, ഒരു ജെൻസി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജെൻസി കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്കെല്ലാത്തിനും അതായത് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്കുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഈ ഒരു തോട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എക്സാമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് തോട്ട് എനിക്ക് വരാതെ ഞാൻ ഓക്കെ നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത്. ശരിക്കും ആതിരയുടെ പ്രൊഫൈല് നോക്കുമ്പോഴേ അപ്പോൾ അധ്യാപികയാണെന്ന് പറയുന്നു, ഒരു വശത്ത് മാധ്യമപ്രവർത്തകയാണ്, ഒരു വശത്ത് മറ്റേ ഡാൻസോ പാട്ടോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കയ്യിലുള്ള പരിപാടികൾ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ കലോത്സവങ്ങളിലും ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. 20 വർഷമായി പാട്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്? പാട്ട് 20 വർഷമായിട്ട് പാട്ട്, ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്, കച്ചേരി ചെയ്യുന്നുണ്ട്, നൃത്ത പരിപാടികൾ, ഭരതനാട്യം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ബൊട്ടീക്ക് ഉണ്ട്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത് ഗിഫ്റ്റിങ്ങിലാണ്. എനിക്കൊരു സ്മൈൽ SMYL എന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റിംഗ് ഷോപ്പുണ്ട്. അത് നമ്മുടെ മോദിജിയുടെ സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ള അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അതിനും ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് തന്നെ പറയുന്നു. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആങ്കറിങ് പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തനം, അത് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി കൂടി ഇപ്പം അങ്ങനെ ഇഷ്ടമുള്ള മേഖലകളെല്ലാം എനിക്കിഷ്ടമാണ്. ട്രൈ ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ സമയം കിട്ടുമോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചുകൊണ്ട്? ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് വേണച്ച സമയമുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിനാണേലും ചിലർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് അത് നോക്കാൻ നേരം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഇല്ല, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വയസ്സിനിടയിൽ അതിനിടയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ PG, എൻ്റെ UG, ഇതെല്ലാം അതിനിടയ്ക്കാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും കൊണ്ട് പറ്റും. നമുക്കെല്ലാം സമയമുണ്ട്. അപ്പോൾ സമയം കിട്ടും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മളൊരു ചിട്ടയോടെ പോയാൽ കിട്ടും. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളി തിരക്കുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെങ്ങനെയാണ് അത് ഈ മനുഷ്യരുമായിട്ട് സംസാരിച്ചൊക്കെ ഈ ആളുകൾ അങ്ങനെയൊക്കെയുള്ള അഭിരുചികളുണ്ടോ? എങ്ങനെയാണ് അതിനോട് ഒരു? എനിക്ക് പൊതുവേ ആളുകളോട് ഈ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും നേരിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം. അതെന്നെ അറിയണവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. ഞാൻ നല്ലോണം ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അവരുടെ വിശേഷങ്ങൾ അറിയാൻ, എൻ്റെ വിശേഷങ്ങൾ അവരോട് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സഭാകമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. എനിക്ക് നല്ല രീതിയിൽ ആളുകളെ അഭിമുഖീകരിക്കാനും പറ്റും, അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും നല്ല രീതിക്ക് എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്കില്ല. പിന്നെ രാഷ്ട്രീയമാണ്, സീരിയസ് ആണ്, അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതും. ഒരു പാർട്ടിയോടും അങ്ങനെ അഭിരുചിയൊന്നും തോന്നിയിട്ടില്ല നേരത്തെ?
ഉണ്ട്. നമ്മുടെ ഞാൻ കുഞ്ഞിലെ മുതൽ നമ്മുടെ RSS ശാഖകളിലെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ബാലഗോകുലം പോലുള്ളവരെല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ നമ്മുടെ ശരിക്കും BJP സ്ഥാനാർത്ഥി ആവേണ്ടതാണ് പറഞ്ഞാൽ. അതെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2020 എടുക്കാനുള്ള റീസൺ ഇതാണ്. നമുക്ക് കുറച്ചുകൂടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്യാൻ ഇപ്പോൾ സാബുചേട്ടൻ്റെ നമുക്കറിയാം എന്തൊക്കെ ആൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആളുടെ ഒരു വിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആക്ച്വലി 2020 ചേരുന്നത്. കരുത്തന്മാരായ രണ്ടുപേരാണ്. ഒന്ന് മന്ത്രിയോടാണ് ഏറ്റുമുട്ടുന്നത്, തൊട്ടിപ്പുറത്ത് DCC പ്രസിഡന്റിനോടാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് തഴക്കവും പഴക്കവും ഒക്കെ ചെന്ന ആളുകളോട് പേടിയുണ്ടോ? എന്താണ് അതിൽ തോന്നുന്നൊരു കാര്യം? സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇത് ചോദിക്കുമ്പോഴേ എടുത്ത് ചാടി ഞാൻ ഓക്കെ എന്ന് പറയില്ലല്ലോ. എനിക്കൊരു വിശ്വാസമുണ്ട്. പേടി എനിക്ക് അങ്ങനെയില്ല. മറിച്ച് എനിക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗ്യമായിട്ട്. കാരണം ഞാൻ നിൽക്കുന്നതിന് എൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പം നിലവിൽ മന്ത്രിയായിരിക്കുന്ന സർ വാസവൻ സാറാണ്. അതുപോലെ നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് സാറാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. അതെന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഭയങ്കര ഒരു പ്രിവിലേജാണ്, ഭാഗ്യമാണ്. പേടി എന്നതിലുപരി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്ന ഒരു രീതി, ആരെയും നമ്മൾ ഒപ്പോസ് ചെയ്യില്ലെങ്കിൽ അവരുടെ അതിനെ എതിർക്കുമെന്നല്ല, പക്ഷെ കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു വളരെ വൃത്തിക്ക്. അതിലൊരു ഇംഗ്ലീഷിലൊരു വേർഡിങ്സ് ഉണ്ട് ആക്ച്വലി, അതായത് മോഡേൺ പ്രോബ്ലംസ് റിക്വയർസ് മോഡേൺ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പോഴും എന്താണോ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അത് നമുക്ക് പാടില്ല. നമുക്ക് ഇപ്പം ഇത് 2026 ആണ്. എന്താ പറയുക, കുറച്ചുകൂടെ നമ്മൾ എന്നും പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛന്മാരും അതൊന്നും അല്ല പറയണേ, പക്ഷേ ജെൻസി കുട്ടികളുടെ കാലമാണ്. അപ്പോൾ ആ രീതി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡേൺ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ രീതിയിലെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതാണ് എനിക്കതിൽ നിന്ന് പറയാനുള്ളത്. അപ്പം പേടിയൊന്നുമില്ല. ഈ മൈഥിലി താക്കൂറിന് ആദ്യമായിട്ടാണോ ഇന്നലെ ഒരു വിശേഷണം വന്ന, അതോ വേറെ അല്ല. പറയാറില്ല? ഇല്ല. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കും അങ്ങനെ എനിക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതായിട്ട് അങ്ങനെ വലിയൊരു അറിവ്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഞാനില്ല. ഇപ്പം ഇന്നലെ തൊട്ട് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ തൊട്ട് എല്ലാവരും ആ ഒരു രീതിയിൽ, കാരണം ഞാൻ പാട്ട് പാടും, പറയുമ്പോൾ ഡാൻസ് കളിക്കും, എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി. ഏകദേശം ഞങ്ങളുടെ സെയിം ഏജ് ആണ്, ആളുടെയും എൻ്റെയും 25 years ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് കിട്ടിയപ്പം എൻ്റെയും ഒരാഗ്രഹം എന്താ പറയുക, ഒരു കേരളത്തിന്റെ മൈഥിലി ഠാക്കൂർ ആകാൻ തന്നെയാണ്. പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നില്ല, തീർച്ചയായിട്ടും പാട്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പാട്ടൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ പാട്ട് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ്, നമ്മൾ കളയാൻ പാടില്ല. രണ്ടുപേരും പാടിയോ? ഓക്കെ, പാടാം. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്ന് അറിയാത്തതോ. എന്താക്കിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. എന്താക്കിലും നിൻഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമീ പാരിലഹോ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടതെന്ന് അറിയാത്തതോ. എന്തായാലും ഗംഭീര പാട്ടാണ്. ഈ പാട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആതിരയുടെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വോട്ട് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതാണ് ആതിരയുടെ കാഴ്ചകൾ. എന്തായാലും ഏറ്റുമാനൂരിൽ അതിശക്തമായൊരു പോരിന് ആതിര കളത്തിലിറങ്ങുകയാണ്. ക്യാമറമാൻ പ്രശാന്തിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.